അമേരിക്കയുടെ കോടിക്കണക്കിന് വില വരുന്ന വിമാനം ഇതാ 17 ലക്ഷം വരുന്ന ഇറാന്റെ ഡ്രോണുകൾ കൊണ്ട് തകർക്കപ്പെട്ടിരിക്കുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ അമേരിക്ക. അത് ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇറാൻ എന്ന കുഞ്ഞു രാജ്യം. നമസ്കാരം. ലോകമഹായുദ്ധങ്ങളുടെ പടനിലമായി മധ്യപൂർവേഷ്യ മാറിക്കൊണ്ടിരിക്കുന്ന വളരെ ഭീതിജനകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ഞെട്ടിക്കുന്നത് തന്നെയാണ്. ആധുനിക ആയുധങ്ങളുടെയും അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയും ബലത്തിൽ ലോകത്തെ ഭരിക്കാൻ ഇറങ്ങി പുറപ്പെട്ട അഹങ്കാരികൾക്ക് കനത്ത തിരിച്ചടി കിട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇറാനിൽ നിന്നും പുറത്തു വരുന്ന പുതിയ വാർത്തകൾ. ഇറാനെയും അവരുടെ ആയുധശേഷിയെയും വില കുറച്ചു കണ്ട അമേരിക്കയ്ക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വമ്പൻ തിരിച്ചടി തന്നെയാണ്. ഇറാനിലെ സൈനിക കരുത്തായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC പുറത്തുവിട്ട ഏറ്റവും പുതിയ വാദങ്ങൾ കേട്ട് ലോകത്തിലെ പ്രമുഖ സൈനിക വിദഗ്ധരും അതുപോലെ തന്നെ പ്രതിരോധ നിരീക്ഷകരും മൂക്കത്ത് വിരൽ വെച്ചിരിക്കുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ അഭിമാന സ്തംഭമായ ഒരു കൂറ്റൻ നിരീക്ഷണ വിമാനത്തെ ഇറാന്റെ വളരെ ലളിതമായ ഒരു ഡ്രോൺ തകർത്ത് തരിപ്പണമാക്കി എന്നതാണ് IRGC വ്യക്തമാക്കുന്നത്. കേവലം ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു കൊച്ചു ഡ്രോൺ ഉപയോഗിച്ച് നൂറുകണക്കിന് കോടികൾ വിലമതിക്കുന്ന വിമാനത്തെ തകർത്തെറിഞ്ഞിരിക്കുന്നു. IRGCയെയും ഇറാന്റെ തന്ത്രങ്ങളെയും വില കുറച്ച് കണ്ടതിന് അമേരിക്ക നൽകേണ്ടി വന്ന വലിയൊരു വിലയായിട്ട് തന്നെയാണ് ഇതിനെ യുദ്ധ വിദഗ്ധർ പോലും വിലയിരുത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിന്റെ പൂർണ്ണമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാന്റെ പോരാട്ട വീര്യത്തെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നിരവധി തവണ ഞാൻ തന്നെ സംസാരിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി സാമ്പത്തിക ഉപരോധങ്ങളുടെ നടുവിലാണ് ഇറാൻ ജീവിച്ചു വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളായ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും ചേർന്ന് ഇറാന്റെ എല്ലാ വഴികളും അടയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധികളെയെല്ലാം തങ്ങൾക്ക് അനുകൂലമായ അവസരമാക്കി മാറ്റാൻ ഇറാനും അവരുടെ സൈന്യമായ IRGCക്കും സാധിച്ചു. വലിയ പണമോ ആധുനിക സാങ്കേതിക വിദ്യയോ കിട്ടാതിരുന്നപ്പോൾ അവർ ചിന്തിച്ചത് വളരെ കുറഞ്ഞ ചെലവിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തന്ത്രങ്ങളെ കുറിച്ചാണ്. അവരുടെ ആ തന്ത്രങ്ങൾ കൃത്യമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തു. അവിടെയാണ് ഡ്രോണുകളുടെയും ചെറുകിട മിസൈലുകളുടെയും ലോകത്തേക്ക് ഇറാൻ ചുവട് വെച്ചത്. ഏതൊരു മഹാശക്തിയെയും ഞെട്ടിക്കാൻ പോകുന്ന വിധത്തിൽ തങ്ങളുടെ സൈനിക സാങ്കേതിക വിദ്യയെ അവർ വികസിപ്പിച്ചെടുത്തു. ആ വളർച്ചയാണ് അമേരിക്ക വില കുറച്ച് കണ്ടത്. ഇന്ന് അതിന്റെ പ്രത്യാഘാതം അമേരിക്കൻ സേന നേരിട്ട് അനുഭവിക്കുകയാണ്. കോടിക്കണക്കിന് ഡോളറാണ് തകർന്നു പോയത്. IRGCയുടെ പബ്ലിക് റിലേഷൻസ് വിഭാഗം പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം ഈ സംഭവം നടക്കുന്നത് സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിൽ വെച്ചാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമതാവളങ്ങളിൽ ഒന്നാണിത് എന്ന് ശ്രദ്ധിക്കണം. മധ്യപൂർവേഷ്യയിലെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു നിർത്താൻ അമേരിക്ക വിന്യസിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിരുന്നു E3 സെൻട്രി എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വിമാനം. ലളിതമായി പറഞ്ഞാൽ ആകാശത്ത് പറക്കുന്ന ഒരു അത്യാധുനിക കമാൻഡ് സെന്റർ ആണിത്. ശത്രുക്കളുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാനും മിസൈലുകൾ വരുന്നത് മുൻകൂട്ടി കണ്ടെത്താനും യുദ്ധവിമാനങ്ങൾക്ക് നിർദ്ദേശം നൽകാനും കഴിവുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനം. ഇതിന്റെ വില കേട്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും. ഏകദേശം $700 മില്യൺ ഈ ഒറ്റ വിമാനത്തിന്റെ മാത്രം മൂല്യം. അതായത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ 5000 കോടി രൂപയിലധികം വരും ഈ വിമാനത്തിന്റെ മാത്രം വില. ഇത്തരം ഒരു കൂറ്റൻ വിമാനത്തെയാണ് ഇറാന്റെ ഷഹദ് 136 എന്ന കൊച്ചു ഡ്രോൺ പിന്തുടർന്ന് ആക്രമിച്ച് തകർത്തിരിക്കുന്നത്. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ പരമ്പരയിൽ നിന്ന് രക്ഷപ്പെടാൻ അമേരിക്കയിൽ ബോയിങ് E3 സെൻട്രി വിമാനം ആകാശത്ത് നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയായിരുന്നു. തങ്ങളുടെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് ശത്രുക്കൾക്ക് കടന്നു വരാൻ കഴിയില്ല എന്ന വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു അമേരിക്കൻ പൈലറ്റുമാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും. എന്നാൽ ആ ആത്മവിശ്വാസത്തെ പൂർണ്ണമായും തച്ചുടച്ചുകൊണ്ടാണ് ഇറാന്റെ ഷഹദ് 136 ഡ്രോൺ വന്നെത്തിയത്. അത്യന്തം കൃത്യതയോടെ മുന്നേറിയ ഡ്രോൺ അമേരിക്കൻ വിമാനത്തിന്റെ നിർണായക ഭാഗങ്ങളിൽ തട്ടി വൻ പ്രഹരമേൽപ്പിച്ചു. വിമാനത്തിന് കനത്ത കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് IRGC വ്യക്തമാക്കിയത്. ഈ വിവരം സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും വാർത്ത പുറത്തു വന്നതോടെ അമേരിക്കൻ ക്യാമ്പുകളിൽ വലിയ ഭീതിയാണ് പടർന്നു പിടിച്ചിരിക്കുന്നത്. തങ്ങളുടെ ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനങ്ങൾ പോലും ഇറാന്റെ ഡ്രോണുകൾക്ക് മുന്നിൽ പരാജയപ്പെടുന്നു എന്നത് അമേരിക്കയെ സംബന്ധിച്ചുണ്ടാക്കുന്ന നാണക്കേട് ചെറുതല്ലല്ലോ. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സാമ്പത്തികപരമായ ആഘാതത്തെ കുറിച്ച് തന്നെയാണ്. അതായത് യുദ്ധരംഗത്തെ ഈ അസമത്വം ലോകത്തെ മുഴുവൻ ചിന്തിപ്പിക്കുന്നതാണ്. അമേരിക്ക തങ്ങളുടെ ബോയിങ് E3 സെൻട്രി വിമാനത്തിനായി ചെലവഴിച്ചത് $700 മില്യൺ ആണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഈ വിമാനത്തിന് കേടുപാടുകൾ വരുത്താൻ ഇറാൻ ഉപയോഗിച്ച ഷഹദ് 136 ഡ്രോണിന്റെ വില എന്താണെന്ന് അറിയാമോ?
വെറും $20,000 മാത്രം. അതായത് ഏകദേശം 16 മുതൽ 17 ലക്ഷം രൂപ വരെ മാത്രമാണ് ഇവർക്ക് ചെലവ് വന്നത്. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ഒരു യുദ്ധവിമാനത്തെ തകർക്കാൻ കേവലം ഒരു ചെറിയ കാറിന്റെ വില മാത്രമുള്ള ഒരു ഡ്രോൺ മതിയായിരിക്കുന്നു. ഇതാണ് ഇറാന്റെ തന്ത്രപരമായ വിജയം. ലക്ഷക്കണക്കിന് കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന വലിയ അമേരിക്കൻ യുദ്ധ സാമഗ്രികളെ വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് നിർവീര്യമാക്കാൻ ഇറാന് കഴിയുന്നു. ഇതാണ് ഇറാന്റെ വിജയം. ഇറാനെ വില കുറച്ച് കണ്ട അമേരിക്കയ്ക്ക് കിട്ടിയ ഏറ്റവും പുതിയ 8ന്റെ പണി തന്നെയാണിത്. ഈ ഷഹദ് 136 ഡ്രോണുകൾ എന്താണ് എന്ന് നമ്മൾ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വലിയ വിമാനത്തിന്റെ വലുപ്പമൊന്നുമില്ലാത്ത വളരെ ലളിതമായ ഒരു നിർമ്മിതിയാണ് ഇത്. അത്ര വേഗതയുമില്ല. സാധാരണ പിസ്റ്റൺ എഞ്ചിനുകളാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ സാധാരണ റഡാറുകളിൽ ഇവയെ കണ്ടെത്തുക വളരെ പ്രയാസകരവുമാണ്. വളരെ താഴ്ന്നു പറക്കാൻ കഴിയുന്നത് കൊണ്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ പെട്ടെന്ന് ലക്ഷ്യമിടാനും സാധിക്കില്ല. തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് സ്വയം പറന്നു ചെന്ന് ഇടിച്ചു തെറിപ്പിക്കുന്ന രീതിയാണ് ഇവയുടെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ഇവയെ കാമികാസെ ഡ്രോണുകൾ അഥവാ ആത്മഹത്യാ ഡ്രോണുകൾ എന്നും വിളിക്കാറുണ്ട്. ഒരു ഡ്രോൺ തകർത്താലും അടുത്തത് വരുമെന്ന രീതിയിൽ കൂട്ടത്തോടെയാണ് ഇവ ആക്രമണം നടത്തുന്നത്. 100 കണക്കിന് ഡ്രോണുകൾ ഒരേ സമയം ആകാശത്തേക്ക് പറന്നുയരുമ്പോൾ അതിൽ ഏതിനെ തടയണമെന്നറിയാതെ ശത്രുക്കളുടെ റഡാർ സംവിധാനങ്ങൾ സ്തംഭിച്ചു പോകുന്നു. അവിടെയാണ് അമേരിക്കയുടെ അത്യാധുനിക റഡാറുകൾക്ക് പോലും തെറ്റുപറ്റിയത്. ഇനി നമുക്ക് E3 സെൻട്രി എന്ന അമേരിക്കൻ വിമാനത്തിന്റെ സവിശേഷതകൾ കൂടി പരിശോധിക്കാം. അപ്പോൾ മാത്രമേ ഇറാന്റെ ഈ ആക്രമണത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അമേരിക്കൻ വ്യോമസേനയുടെ നട്ടെല്ല് എന്നാണ് ഈ വിമാനത്തെ വിശേഷിപ്പിക്കാറുള്ളത്. വിമാനത്തിന് മുകളിലായി കറങ്ങുന്ന വലിയ ഡിഷ് പോലുള്ള റഡാർ നിങ്ങൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാകും. അത് വെറും ഒരു അലങ്കാരം മാത്രമല്ല. 100 കണക്കിന് കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ ആകാശ നീക്കങ്ങളെയും കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയുന്ന ശക്തമായ മാജിക് റഡാറാണിത്. ശത്രുക്കളുടെ ഏത് വലിയ വിമാനവും മിസൈലും ഡ്രോണും ഏത് നിമിഷവും ഇതിന്റെ കണ്ണിൽ പെടും. യുദ്ധകളത്തിൽ സ്വന്തം സേനയ്ക്ക് മാർഗനിർദ്ദേശം നൽകുന്ന കമാൻഡറാണ് ഈ വിമാനം. അതുകൊണ്ട് തന്നെ ഏത് യുദ്ധം തുടങ്ങുന്നതിന് മുൻപും അമേരിക്ക ആദ്യം ആകാശത്തേക്ക് ഉയർത്തുന്നത് ഈ വിമാനങ്ങളെയാണ്. ഇത്രയും വലിയൊരു നിരീക്ഷണ സംവിധാനം കയ്യിൽ ഉണ്ടായിരുന്നിട്ടും ഒരു ചെറിയ ഇറാനിയൻ ഡ്രോണ് തങ്ങളുടെ നേരെ വരുന്നത് കണ്ടെത്താനോ അതിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു മാറാനോ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നത് ഇറാന്റെ സാങ്കേതിക മികവിനെ തന്നെയാണ് കാണിക്കുന്നത്. ഇറാൻ കുറച്ചു നാളുകളായി ഈ ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ കൈവരിച്ച പുരോഗതി ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. IRGC എന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വെറും ഒരു സാധാരണ സൈനിക വിഭാഗമല്ല. അത് മനസ്സിലാക്കാൻ അമേരിക്കയ്ക്ക് ഇനിയും സമയം വേണമോ എന്നതാണ് ചോദ്യം. ഇറാൻ ഭരണകൂടത്തിന്റെ ഏറ്റവും ശക്തമായ ആയുധമാണ് അവർ. ലോകത്ത് എവിടെയുള്ള അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിൽ അവർ എപ്പോഴും മിടുക്കരാണ്, മിടുക്ക് കാട്ടിയവരുമാണ്. മധ്യപൂർവേഷ്യയിലുള്ള അമേരിക്കൻ ബേസുകളുടെ ഓരോ ചലനവും IRGCയുടെ കൃത്യമായ നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. എപ്പോഴൊക്കെ അമേരിക്ക ഇറാനെതിരെ ഉപരോധം കടുപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ശക്തമായ മറുപടി നൽകാൻ IRGC ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിലെ സുരക്ഷിതമായ ഒരു വ്യോമതാവളത്തിൽ തങ്ങളുടെ വില കൂടിയ വിമാനം നിർത്തിയിട്ടിരിക്കുമ്പോൾ പോയി ആക്രമിക്കാൻ കഴിഞ്ഞത് IRGCയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വലിയൊരു വിജയമായിട്ട് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അമേരിക്കയും പാശ്ചാത്യ മാധ്യമങ്ങളും ഇറാന്റെ സൈനിക ശക്തിയെ കളിയാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇറാന്റെ കയ്യിലുള്ളത് പഴഞ്ചൻ ആയുധങ്ങളാണ് എന്നും അമേരിക്കയുടെ പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും അവർ പ്രചരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ലോകത്തെ മുഴുവൻ വിശ്വസിപ്പിക്കാനും അവർ പണിപ്പെട്ടു. ഇറാൻ വികസിപ്പിച്ചെടുക്കുന്ന ഡ്രോണുകൾ കേവലം കളിപ്പാട്ടങ്ങൾ മാത്രമാണെന്ന് വരെ ചില പാശ്ചാത്യ നിരീക്ഷകർ എഴുതി പിടിപ്പിച്ചു. എന്നാൽ ആ പ്രചരണങ്ങൾക്ക് എല്ലാമുള്ള ശക്തമായ മറുപടിയാണ് ഇപ്പോൾ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിൽ സംഭവിച്ചത്. ഇറാൻ എന്ന രാജ്യത്തെയും IRGC എന്ന സൈന്യത്തെയും നിസ്സാരമായി കണ്ടാലുണ്ടാകുന്ന പ്രത്യാഘാതം എന്താണെന്ന് അമേരിക്ക ഇപ്പോൾ സ്വന്തം അനുഭവത്തിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറഞ്ഞ ചെലവിൽ ശത്രുവിനെ അമ്പരപ്പിക്കുന്ന ഈ പുതിയ രീതിയിലുള്ള യുദ്ധതന്ത്രം ലോക സൈനിക ചരിത്രത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിലേക്കാണ് വഴി തെളിയിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഐക്യനാടുകൾ തങ്ങളുടെ പ്രതിരോധ ബജറ്റിനായി കോടിക്കണക്കിന് ഡോളറാണ് ഓരോ വർഷവും മാറ്റിവെക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയും അത്യാധുനിക ആയുധങ്ങളും തങ്ങളുടെ പക്കലുണ്ട് എന്ന അഹങ്കാരത്തിലായിരുന്നു അവർ ഇത്രയും നാളും. എന്നാൽ ഈ കോടിക്കണക്കിന് ഡോളറിന്റെ സാങ്കേതിക വിദ്യയെ വെറും 10-15 ലക്ഷം രൂപയുടെ ഒരു ഡ്രോൺ കൊണ്ട് തകർക്കാൻ കഴിയുമെന്ന് ഇറാൻ ഇത് തെളിയിച്ചതോടെ അമേരിക്കയുടെ പ്രതിരോധ സിദ്ധാന്തങ്ങൾ മുഴുവൻ തിരുത്തി എഴുതേണ്ടതായി വരും. ആകാശത്ത് പറക്കുന്ന കമാൻഡ് സെന്റർ തകരുമ്പോൾ അത് ആ താവളത്തിന്റെ മുഴുവൻ പ്രതിരോധ സംവിധാനത്തെയും ബാധിക്കും. ഇനി അഥവാ മറ്റൊരു ആക്രമണം ഉണ്ടായാൽ അത് മുൻകൂട്ടി അറിയാനുള്ള
അമേരിക്കയുടെ ശേഷിക്കാണ് ഇവിടെ തടസ്സം നേരിട്ടിരിക്കുന്നത്. ഇത് സൗദി അറേബ്യയിലെ അമേരിക്കൻ സൈനിക ക്യാമ്പുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഭീതിയും വളരെ വലുതാണ്. IRGC പുറത്തുവിട്ട ഈ പ്രസ്താവനയുണ്ടല്ലോ, കേവലം ഒരു വാർത്ത മാത്രമായി തള്ളിക്കളയാൻ അമേരിക്കയ്ക്കോ അവരുടെ സഖ്യകക്ഷികൾക്കോ കഴിയില്ല. കാരണം ഇതിനു മുൻപും ഇറാനിലെ ഡ്രോണുകൾ തങ്ങളുടെ കരുത്ത് തെളിയിച്ചിട്ടുള്ളതാണ്. അവർക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടലിൽ സഞ്ചരിക്കുന്ന കൂറ്റൻ എണ്ണക്കപ്പലുകളെയും അമേരിക്കൻ ഡ്രോണുകളെയും ഇറാൻ കൃത്യമായി ലക്ഷ്യമിട്ടിട്ടുമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായ ഗ്ലോബൽ ഹോക്ക് ഡ്രോണിനെ ഇറാൻ വെടിവെച്ചിട്ടത് ലോകം കണ്ടതാണല്ലോ. അന്നും അമേരിക്കൻ ചേരി ഞെട്ടിപ്പോയിരുന്നു. എന്നാൽ അതിൽ നിന്നൊന്നും പാഠം പഠിക്കാൻ അമേരിക്ക തയ്യാറായില്ല. ഇറാന്റെ ശേഷിയെ നിരന്തരം ചോദ്യം ചെയ്യാനും അവരെ ഭയപ്പെടുത്താനുമാണ് അമേരിക്ക ശ്രമിച്ചത്. എന്നാൽ ഓരോ തിരിച്ചടിക്ക് ശേഷവും കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാൻ ഇറാൻ തയ്യാറായി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ E3 സെന്റർ വിമാനത്തിന് നേരിട്ട ഈ വലിയ ആഘാതം. ഈ സംഭവം വരും ദിവസങ്ങളിൽ മധ്യപൂർവേഷ്യൻ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. തങ്ങളുടെ ഏറ്റവും വലിയ വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു എന്ന വാർത്ത അമേരിക്ക ഔദ്യോഗികമായി സമ്മതിച്ചിട്ടില്ല എങ്കിൽ പോലും സൈനിക നീക്കങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാണ്. ഇത്രയും വലിയൊരു തിരിച്ചടി നേരിട്ടതോടെ അമേരിക്ക കൂടുതൽ മുൻകരുതൽ എടുക്കാൻ നിർബന്ധിതരാകും. തങ്ങളുടെ കോടിക്കണക്കിന് വില മതിക്കുന്ന യുദ്ധവിമാനങ്ങളെ ഇനി എങ്ങനെ സംരക്ഷിക്കുമെന്നതായിരിക്കും അമേരിക്കൻ ജനറൽമാരുടെ പ്രധാനപ്പെട്ട ആശങ്ക. ഇറാന്റെ കയ്യിൽ ഇനിയും ഇതുപോലുള്ള എത്രയോ ആയിരം ഡ്രോണുകൾ ബാക്കിയുണ്ട്. അവയെല്ലാം ഒരേ സമയം ഉപയോഗിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിക്കാൻ പോലും അമേരിക്കൻ സൈന്യത്തിന് ഇത് ഭയമാണ്. ലളിതമായ ആയുധങ്ങൾ കൊണ്ട് വലിയ സാമ്രാജ്യങ്ങളെ നേരിടാമെന്ന് ഇറാൻ ഇതാ ലോകത്തിന് കാട്ടിക്കൊടുത്തിരിക്കുകയാണ്. ഇറാന്റെ ഈ അപ്രതീക്ഷിത പ്രഹരത്തിൽ നിന്ന് അമേരിക്ക എങ്ങനെ കരകയറുമെന്നും തങ്ങളുടെ തകർന്ന പ്രതിച്ഛായ വീണ്ടെടുക്കാൻ അവർ എന്ത് ചെയ്യുമെന്നും ലോകം ഉറ്റുനോക്കുന്ന ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ. എന്താണ് ഈ വാർത്തയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു പ്രധാന വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.